നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൺ ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വഴിയൊക്കെ ചോദിച്ച് നമുക്കൊരു മൂന്നാർ യാത്ര പോയി വരാം. ഈ യാത്ര ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓൾറെഡി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സമയമായിരുന്നു, ഓണക്കാലം. കാരണം എല്ലാ ജില്ലകളും അതിശക്തമായ മഴയായിരുന്നു. ഇടുക്കിയിലാണല്ലോ മൂന്നാർ. അപ്പോൾ ഈ മൂന്നാർ എന്ന് പറയുന്നത് മലയോര പ്രദേശമായതുകൊണ്ട് നല്ല രീതിയിൽ ക്ലൈമറ്റിലുള്ള പ്രശ്നങ്ങൾ കാരണം പോകണോ വേണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിരുന്നു. ട്രിവാൻഡ്രം, കൊല്ലം ഏരിയയിൽ നിന്നൊക്കെ മൂന്നാറിന് പോകുന്നവർ കൊട്ടാരക്കര വഴിയുള്ള ബൈപ്പാസ് റോഡ് എടുക്കുന്നതായിരിക്കും സൗകര്യം. അതായത് ഏറ്റുമാനൂർ, കോട്ടയം, പൈങ്ങാട്ടൂർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. കോട്ടയമൊക്കെ ഇപ്പോൾ പിന്നിട്ടു. ഇവിടം വരെയും നല്ല ക്ലൈമറ്റ് തന്നെയാണ്. ഇതുവരെ ക്ലൈമറ്റിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഏകദേശം തൊടുപുഴ ബൈപ്പാസ് എത്താറായി. അപ്പോൾ അവിടെ വേങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ബേക്ക് ഹൗസ് കണ്ടു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. എന്നിട്ടും നല്ല വിശപ്പായിരുന്നു. പറയാതെ വയ്യ, നല്ല ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത്. നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന അരിയുണ്ടയില്ല, അതേ ടേസ്റ്റിലുള്ള അരിയുണ്ട്. കുറേ വെള്ളമൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ മലകയറ്റം ആരംഭിച്ചത്. ഏറ്റുമാനൂരൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ടൂർ പോകുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടിത്തുടങ്ങും. രണ്ട് സൈഡും വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. പൈങ്ങാട്ടൂർ, ഊന്നുകല്ല്, അടിമാലി ഈ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ആരെങ്കിലുമൊക്കെ മൂന്നാറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട്, വളരെ ട്രാഫിക്കൊന്നും ഇല്ലാതെ നല്ലൊരു വഴിയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഊന്നുകല്ലാണെന്ന്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നല്ല മനോഹരമായ എന്താ പറയുക, കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് രണ്ട് സൈഡിലും നിറച്ച് കൈതച്ചക്കയുടെ കൃഷിയാണ്. വളരെ മനോഹരമാണ് ആ കാഴ്ചയൊക്കെ കാണാൻ. ദൂരെ ഇടുക്കിയുടെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ പക്ഷേ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. ഇതാണ് നേര്യമംഗലം. ഈ ബ്രിഡ്ജ് നേര്യമംഗലം ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. 1935 തിരുവിതാംകൂർ മഹാരാജാവ് പണികഴിപ്പിച്ചതാണ്. ഇടുക്കിയും എറണാകുളവും തമ്മിലുള്ള വാണിജ്യം കുറച്ചും കൂടെ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. ഹൈ റേഞ്ച് അല്ലേ, അപ്പോൾ ഒരുപാട് മലഞ്ചരക്ക് വ്യാപാരമൊക്കെ ഉണ്ടല്ലോ. ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. അടിമാലി പഞ്ചായത്തിൻ്റെ സ്വാഗതം എന്നുള്ള ബോർഡൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. കുറേ വാനരപ്പട ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അഹന ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാറ് നിർത്തണമെന്ന് ഒരേ വാശി. പക്ഷേ ടു ക്ലോസ് ആണ് നമ്മുടെ കാറുമായിട്ട്. അപ്പോൾ ഒരു പേടി, അവന്മാർ ചാടി നമ്മുടെ കാറിൽ വല്ലതും കയറിയാന്ന്. അഹനെ അപ്പോൾ അവരെ ഒന്ന് ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സോഫ്റ്റ് ടോയ് മങ്കിയുടേതൊക്കെ വെച്ചിട്ട്, അപ്പോൾ എല്ലാവരും അവിടെ വന്ന് കാത്തിരിപ്പായി. ഇതെന്താണ് ഈ മങ്കിയുടെ ഒരു കൊച്ച് സോഫ്റ്റ് ടോയ് എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് ആളുകൾ. പിന്നെ കുറച്ച് ബണ്ണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം അഹനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഭയങ്കര എന്താ പറയുക, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ഇടുന്ന താമസമേ ഉള്ളൂ, അവർ കറക്റ്റായിട്ട് ചാടി പിടിക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുരങ്ങന്മാർ ആ സ്ഥലത്ത് മാത്രമായിരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ കുറേ സ്ഥലങ്ങളിൽ കുരങ്ങന്മാരിങ്ങനെ നിൽക്കുന്നു. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങളൊന്ന് നിർത്തി. അഹന യൂട്യൂബിൽ കിട്ടാൻ പോകുന്ന ലൈക്കിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാം. ചെറിയ ചെറിയ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് വാട്ടർഫോൾസ് കണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇന്ന് അവധി ആയതുകൊണ്ടാണോ എന്നറിയില്ല, റോഡൊക്കെ വളരെ വിജനമായിരുന്നു. അധികം ട്രാഫിക്കേ ഉണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊഴിച്ചാൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഫീലോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരു യാത്രയുടെ ദിനമായിരുന്നു ഇന്ന്. കാരണം നല്ല ക്ലൈമറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു യാത്രയ്ക്ക് തന്നെ ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ. ചില കാറൊക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. ദൂരെ എനിക്ക് തോന്നുന്നു വളരെ റീസെൻ്റായിട്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു. കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ പുഴുത് കിടപ്പുണ്ട്. ഇത് ഫേമസ് ആയിട്ടുള്ള വാളറ വാട്ടർഫോൾസാണ്. എന്നാണ് മലകയറ്റം നമ്മൾ ആരംഭിക്കുന്നത്. ഈ വാളറ വെള്ളച്ചാട്ടം ഒട്ടുമിക്ക മൂന്നാറിലേക്ക് പോകുന്ന ആളുകളും നിർത്തി കണ്ടിട്ടേ പോകാറുള്ളൂ. അപ്പോൾ നമ്മളും അവിടെ നിർത്തി. അപ്പോൾ രണ്ട് സൈഡിലും ചെറിയ സ്ട്രീമൊക്കെ ഉണ്ട്. ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും. നമുക്കിങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല. ദൂരെ നമുക്കിങ്ങനെ കൊടും കാട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പക്ഷേ ഈ സ്ട്രീമിൽ നമുക്ക് കാലൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നല്ല മഴ തുടങ്ങി. ഇത്രയും നേരം നല്ല ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരും. ഇത്രയും നേരം കണ്ട ഒരു അന്തരീക്ഷമല്ല. ശരിക്കും മഴയെന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചിലെ മഴ അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിവിടെ നിർത്തിയായിരുന്നു, പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറിയേ പറ്റുള്ളൂ.
തുള്ളിക്കൊരുകുടം പേമാരി എന്നൊക്കെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒട്ടുമിക്ക സഞ്ചാരികളും അവരുടെ കാറുകളിലേക്ക് കയറി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മഴയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ വിചാരിച്ചത് ഇനി അങ്ങോട്ട് ഭയങ്കര മഴയായിരിക്കുമെന്ന്. പക്ഷേ ഈ പ്രകൃതിയുടെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെയൊക്കെ ഒരു ചെറിയ ചാറ്റൽ മഴ മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രൈവ് ചെയ്തൊരു മുന്നോട്ട് പോയപ്പം കോടമഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതൊരു വെറും സാമ്പിൾ കോടമഞ്ഞായിരുന്നു. നമ്മൾ വിചാരിച്ചു ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സമയം ഒരു ഏകദേശം 12 മണി മാത്രമേ ആയിട്ടുള്ളൂ. അകത്തേക്ക് പോകും തോറും കോടമഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരടി പോലും ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കോടമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു. ശരിക്കും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കോടമഞ്ഞായിരുന്നു. നമുക്ക് റോഡൊന്നും അത്ര പരിചയമല്ലല്ലോ. അടിമാലിയിൽ നിന്ന് മൂന്നാർ ടൗണിലേക്ക് ഏകദേശം 1 മണിക്കൂറാണ് യാത്ര. ഒരു 24 കിലോമീറ്ററോളം ഒക്കെ വരും. യാത്രയിലുടനീളം പിന്നീട് മാറി മറിയുന്ന എന്താ പറയുക, പ്രകൃതിയുടെ ഒരു ഭംഗിയായിരുന്നു. നല്ല കോടമഞ്ഞ്. അപ്പോൾ ഈ ഒരു ടെമ്പോ ട്രാവലർ കുറേ നേരമായി ഞങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ടെമ്പോ ട്രാവലർ ചിന്നക്കനാലിലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10-22 കിലോമീറ്റർ, അതായത് ഒരു 50 മിനിറ്റോളം യാത്ര വീണ്ടും മൂന്നാറിൽ നിന്ന് ചിന്നക്കനാലിലേക്കുണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്ന സഞ്ചാരികളെല്ലാം ഇപ്പോൾ ഈ ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇടയ്ക്ക് നല്ല കോടമഞ്ഞുണ്ടാകുമ്പോൾ ടെമ്പോ ട്രാവലർ അപ്രത്യക്ഷമാവും. ചിലപ്പോൾ ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്യും. ഈ ടെമ്പോ ട്രാവലർ ഉടനീളം ഞങ്ങൾക്കൊരു കൂട്ടുപോലെ കൂടെയുണ്ട്. ഇപ്പോൾ വീണ്ടും ഒന്ന് നല്ലതുപോലെ അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല വ്യൂ നമുക്ക് കിട്ടിത്തുടങ്ങി. നമ്മളിപ്പോൾ മൂന്നാർ ടൗണൊക്കെ പിന്നിട്ട് ചിന്നക്കനാലിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ ചിന്നക്കനാലിലേക്ക് എന്തുകൊണ്ട് താമസം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, വളരെ എന്താ പറയുക, ശാന്തതയുള്ള ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും നിറഞ്ഞൊരു സ്ഥലമാണ് ചിന്നക്കനാൽ. വലിയ ബഹളങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ചിന്നക്കനാലിൽ ആകെ ഉള്ളത് ഈ പ്രമുഖരുടെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും മാത്രമാണുള്ളത്. അപ്പം നമ്മൾ ഈ മൂന്നാർ ടൗണിൽ നിന്നൊരു 1/2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ റോഡിൻ്റെ ഇരുവശത്തും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ തേയിലത്തോട്ടങ്ങൾ മാത്രമാണ്. അത് വലിയ വലിയ കണ്ണൻ ദേവൻ അങ്ങനെയുള്ളവരുടെ എസ്റ്റേറ്റുകളാണ് കാണുന്നത്. വീണ്ടും മുന്നോട്ട് പോയപ്പം കാറൊന്ന് നിർത്തണമെന്ന് തോന്നി. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനുകളാണ്. ഒന്നും മിസ്സാക്കണ്ടെന്ന് കരുതി നമ്മളിവിടെ ഇറങ്ങി ഒന്ന് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല തണുത്ത കാറ്റാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 1 മണി ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഒരു തമിഴ്നാടിൻ്റെ ഒരു ബസ് ദൂരെ നിന്ന് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അവരുടെ ആ ബസ്സിൻ്റെ കളറൊക്കെ തന്നെ ഒരു രസമാണ്. അപ്പം കുറേ നേരവും കൂടെ ഞങ്ങളിവിടെ നിന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ചിന്നക്കനാലിൽ ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടാണ് താമസിക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ക്ലബ് മഹീന്ദ്രയുടെ ബോർഡ് ദൂരെ ഇങ്ങനെ കണ്ടു തുടങ്ങി. അപ്പോൾ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ക്ലബ് മഹീന്ദ്രയ്ക്ക് 2 പ്രോപ്പർട്ടി ഉണ്ട്. ഈ കാണുന്നതാണ് ഓൾഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ന്യൂ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാനാണ്. അപ്പോൾ ഈ ഓൾഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് വീണ്ടും ഒരു ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ ന്യൂ പ്രോപ്പർട്ടി. പക്ക കാടിന് നടുവിലൂടെയുള്ള റോഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾക്ക് വഴി തെറ്റിയതാണോ. മനുഷ്യവാസം തീരെയില്ല. ഒരു മനുഷ്യരെയും കാണാനില്ല. ഒരു കെട്ടിടമോ അങ്ങനെ എന്തെങ്കിലും ഒരു റിസോർട്ടുണ്ടതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. നമുക്ക് തിരിച്ചു പോയി വീണ്ടും ഒന്നും കൂടെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടെ അകത്തേക്ക് തന്നെ ഞങ്ങളിങ്ങനെ കയറിപ്പോയി. റോഡ് ഒരു സാധാരണ ടാറിട്ട ഒരു റോഡുണ്ട്. അപ്പോൾ ദൂരെ ഞങ്ങളൊരു ചെറിയ ഒരു ചായക്കട പോലൊരു സാധനം കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കുറേ പാറയും ഇങ്ങനെയുള്ള കാട് മാത്രമാണ് കണ്ടത്. പക്ഷെ വീണ്ടും നമ്മൾ കയറി ചെല്ലുമ്പം ഒരു റിസപ്ഷൻ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് കാടിൻ്റെ നടുവിലാണ് ഇവരുടെ ഈ റിസോർട്ട്. നീണ്ട യാത്രയുടെ ആ ക്ഷീണമൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. ഞങ്ങൾ റിസപ്ഷനിലേക്ക് ചെന്നു. ഭയങ്കര വാം വെൽക്കം തന്നെയാണ് നമുക്ക് കിട്ടിയത്. റൂമിലേക്ക് പോകേണ്ട രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസപ്ഷനാണ് മഹീന്ദ്രയുടെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും നേരത്തെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി അവർ ഞങ്ങൾക്കൊരു ഹെർബൽ ഡ്രിങ്കാണ് കൊണ്ടുതന്നത്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കായിരുന്നു ഇത്. നോർമലി അഹന ഇങ്ങനെയുള്ള ഒരു ഡ്രിങ്കും കഴിക്കാറില്ല. പക്ഷേ ഈവൻ അവൾ പോലും അത് വേണമെന്ന് പറഞ്ഞു. കാരണം ഇത്രയും തണുത്ത അന്തരീക്ഷത്തിൽ ചെറിയ ഒരു ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കിട്ടുക എന്ന് വെച്ചാൽ ശരിക്കും അത് നല്ല റിഫ്രഷിംഗ് ആണ്. റൂമിൻ്റെ കീ ഒക്കെ കിട്ടി. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അഹന കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവൾ തന്നെ കോറിഡോറിലൂടെ നടന്ന് റൂം നമ്പറൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഒരു 2 ബെഡ്റൂം സ്യൂട്ട് പോലത്തെ റൂമായിരുന്നു. അപ്പോൾ ഒരു കിങ് സൈസിലുള്ളൊരു ബെഡൊക്കെ ഉള്ളൊരു റൂമും ഇത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു ലിവിങ് കം ഒരു ഫാമിലി ഏരിയ പോലെ ഒരു വീണ്ടും 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് ഉള്ളൊരു ഏരിയ. പിന്നീടൊരു മിനി കിച്ചണുണ്ട്, ഫ്രിഡ്ജുണ്ട്, മൈക്രോവേവ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മഹീന്ദ്രയുടെ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം.
നല്ല നീറ്റും സൗകര്യങ്ങളും ഒക്കെ ഉള്ള റിസോർട്ട് തന്നെയാണ്. അപ്പോൾ ഈ റൂമിൻ്റെ സൈഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതൊരു മിനി ബാൽക്കണിയാണ്. അപ്പോൾ ബാൽക്കണിയിലിരുന്ന് നമുക്ക് ഫുള്ള് വ്യൂ കിട്ടും. അവിടെ ഒരു കോഫി ടേബിളും 2 ചെയറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൗകര്യമായിട്ടിരിക്കാം. ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല തിക്ക് ഫോറസ്റ്റാണ് കാണാൻ പറ്റുന്നത്. ചെറിയ ഒരു എന്താ പറയുക, കമ്പിവേലി കൊണ്ടൊക്കെയുള്ള ഒരു ചെറിയ അതിർത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ രാത്രി കുറേ സമയം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകരുതെന്നൊക്കെ അവർ നമ്മൾക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ട്. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ട്രെക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്, അതെല്ലാം മഹീന്ദ്രക്കാർ ചെയ്തു തരും. പക്ഷേ ഞങ്ങൾ ട്രെക്കിംഗ് ഓപ്റ്റ് ചെയ്തിട്ടില്ല. ക്ലൈമറ്റ് ഒട്ടും അത്ര ഫേവറബിളായിട്ടുള്ളൊരു നിലയിലല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബാൽക്കണിയിലിരുന്നാൽ ദൂരെ ഫേമസ് ആയിട്ടുള്ള മൂന്നാറിൻ്റെ ലേക്കും നമ്മൾ കയറി വന്ന ആ ഹൈ റേഞ്ചിൻ്റെ വഴികളൊക്കെ കാണാം. ഇത് ചതുരംഗപ്പാറയാണ്. മൂന്നാറിലെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സൂര്യനെല്ലി, മറയൂർ, ടീ എസ്റ്റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ